ഞങ്ങൾ ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതായിപ്പോയി. എനിക്ക് നല്ലൊരു പ്രത്യേക വൈബുള്ള ഈ റൂട്ടൊക്കെ ഭയങ്കര ഓഫ് റോഡുമാണ്, കടകൾ ഉണ്ടാവില്ല. ട്രാവൽ ചെയ്യണമെങ്കിൽ പ്രത്യേക പെർമിഷൻസ് വേണം, നിൽക്കുകയെ ചെയ്യരുത്, പെട്ടെന്ന് തന്നെ അത് കടന്നോണം. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ലേയിലാണ്. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ ലേയിലെ ഹോട്ടലിൽ എത്തിയത് കൊണ്ട് തന്നെ ഹോട്ടലിന്റെ വെളിയിലൊന്നും കണ്ടില്ല. നേരെ അങ്ങ് ഹോട്ടലിൽ വന്നു, റൂമിൽ കയറി, വയ്യാത്തതുകൊണ്ട് കയറി അങ്ങ് കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്, ഹോട്ടലിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയത്. അത് നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. ചുറ്റും നല്ല പൂക്കളും ചെടിച്ചട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഹോട്ടൽ. ഒരു ടിബറ്റൻ ഇൻഫ്ലുവൻസ് എല്ലാ ബിൽഡിങ്ങുകളിലും കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ സിറ്റി ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കർത്തുങ്ല പാസും കൂടെ കാണാം. ഞങ്ങൾ നേരെ പോകുന്നത് ലേയിലേക്കാണ്. ലേ സിറ്റിയിലെത്തി. അവിടെ ശരിക്കും നല്ലൊരു പ്രത്യേക വൈബുള്ള ഒരു പ്രത്യേക രസമുള്ള ഒരു സ്ഥലമായിരുന്നു. ടിബറ്റൻ ഇൻഫ്ലുവൻസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിറ്റി ആയിരുന്നു ലേ. ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സിറ്റിയും കൂടെ ആണല്ലോ. അങ്ങനെ ലേയിൽ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള റൂട്ട് അത് കർത്തുങ്ല കഴിഞ്ഞിട്ട് പാങ്കോങ് ലേക്കിലേക്കാണ് പോവേണ്ടത്. ഈ റൂട്ടൊക്കെ ഭയങ്കര ഓഫ് റോഡുമാണ്. അവിടെ ഒന്നും കടകൾ ഉണ്ടാവില്ല, റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും, അതേപോലെ ഓക്സിജൻ പ്രോബ്ലം ഉണ്ടാകും. ഓക്സിജൻ കിട്ടാത്ത ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടർ മേടിക്കണം. പലരും പറഞ്ഞു, നമ്മൾ ഈ മീറ്റ് ചെയ്യുന്ന പല ട്രാവലേഴ്സും പറയുന്നുണ്ട് അവിടെ പല സ്ഥലങ്ങളിലും ഓക്സിജന്റെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ വാങ്ങിച്ചു വെക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഹരി ഒരു ഓക്സിജൻ സിലിണ്ടർ മേടിക്കുന്നുണ്ട്. ഈ റൂട്ടുകളിലൊന്നും പെട്രോൾ പമ്പ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്രോൾ പ്രത്യേകം ശേഖരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ക്യാനും മേടിച്ചു. ആ ക്യാന് ഫില്ല് ചെയ്ത് എടുക്കുകയും ചെയ്തു. പിന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ ഹൈ ആൾട്ടിറ്റ്യൂഡ് പാസുകളൊക്കെ എന്ന് പറയുന്നത്. പാസുകളിലൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ പ്രത്യേക പെർമിഷൻസ് വേണം. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ഓഫീസുകൾ ലേയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പെർമിഷൻസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പെർമിഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല ഫ്രഷ് ആപ്പിളൊക്കെ ഈ അവർ വീട്ടിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെർമിഷന്റെ കൂടെ ഈ ആപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. ലേയിൽ ഒരുപാട് ട്രാവലേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് കടകളും ഉണ്ടായിരുന്നു. എനിക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ഭയങ്കരമായിട്ട് ഒരു ക്രൈസ് ഉള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ല. കുറച്ച് ഈ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റ് പോലെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ ക്യാരി ചെയ്യാനായിട്ട് ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് കർത്തുങ്ല എത്തി. കർത്തുങ്ല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കർത്തുങ്ല എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കാസർഗോഡ് നിന്ന് വന്ന ഒരു മലയാളി ടീമിനെ പരിചയപ്പെട്ടു. അവര് കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു. അവർ നമ്മളെ രണ്ടുപേരുടെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പണ്ട് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാങ്കോങ് ലേക്കിലേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. ആ രാത്രി യാത്രയിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു സ്റ്റേ ആണ്. അപ്പോൾ ആ സ്റ്റേ പ്രതീക്ഷയാണ് ഞങ്ങൾ ഓരോ വളവ് കഴിയുന്തോറും ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ ഒരു റൂമുണ്ട്, ഒരു സ്റ്റേ കിട്ടും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാത്രി ആയല്ലോ, നല്ല ഇരുട്ടുണ്ട്, ഭയങ്കര വിജനമാണ്, ഒരു കടയോ ഒരു ലൈറ്റോ ഒന്നുമില്ല. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു അരുവി പോലെ സംതിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അരുവിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹരിയെടുത്ത് പറയണം, ഞാനൊന്ന് പോയി പരിശോധിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ അരുവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത് ആ അരുവിയിലേക്ക് വെള്ളം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനുള്ള സമയമില്ല. അവിടെ ഹരി എൻ്റെ അടുത്ത് എന്താ പ്രശ്നം, അങ്ങനെ ഒരു ചോദിക്കുന്ന ടൈം കൊണ്ട് എനിക്കറിയാം അവിടെ വെള്ളം നിറയും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഭയങ്കരമായ ഒരു അഡ്വഞ്ചറസ് യാത്രയായിരുന്നു, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഹരി വേറെ ഒന്നും ചോദ്യം പോലും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ഉടനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഈ പറയുന്ന അരുവി കടന്ന് പോയി. മുകളിൽ നമുക്ക് കാണാം വെള്ളം ഭയങ്കരമായി കുത്തൊലിച്ച് വരുന്നത്. അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി, 9-9:30 ടൈമിലാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു സ്റ്റേ കിട്ടുന്നത്. രാവിലെ ഹോട്ടലിന്റെ വെളിയിൽ വന്നപ്പോഴാണ് ചുറ്റും ഞാൻ നോക്കിയത്. നല്ല മലനിരകളും ഭയങ്കര കിടിലം ലാൻഡ്സ്കേപ്പൊക്കെ ശരിക്കും നന്നായിട്ട് രാവിലെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോഴൊന്നും എനിക്ക് ആൾട്ടിറ്റ്യൂഡിന്റെ പ്രോബ്ലം ശരിയായിട്ടില്ല. ഞാൻ ഹരിയെടുത്ത് പറയണം, എനിക്ക് ഒട്ടും വയ്യ, എന്താണ് അവസ്ഥയെന്ന് പോലും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഒട്ടും വയ്യ. ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ എന്ന് പറയുന്നത് പാങ്കോങ് ലേക്കിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊരു 11 മണി ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ പാങ്കോങ് ലേക്കിലേക്ക് എത്തി. പാങ്കോങ് ലേക്ക് ഭയങ്കര മനോഹരമാണ് കാണാനായിട്ട്. ഒരു പച്ച നീല കളറൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിന്നുള്ള ലാൻഡ്സ്കേപ്പും ഭയങ്കര മനോഹരമാണ്. 3 Idiots ഫിലിം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോഷൂട്ട് ഏരിയകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു. പാങ്കോങ് ലേക്കിന്റെ അപ്പുറത്തെ സൈഡ് ചൈനയാണല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. നല്ല രസമായിരുന്നു അവിടെ നിന്നുള്ളത്. ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട്. കടയിൽ കയറി എഗ് ഓംലെറ്റും മാഗിയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങി. പാങ്കോങ് ലേക്കൊക്കെ കണ്ടിട്ട്
ഇനി ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് സോജില പാസ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് പിന്നോടുള്ള യാത്രകളൊക്കെ. ഇതിനിടയ്ക്കാണ് ഞങ്ങളുടെ വണ്ടി മണ്ണിൽ പൂന്തി പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടി ഒരു മെയിൻ റോഡിൽ വേറൊരു വണ്ടി ഫ്രണ്ടിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൂട്ട് തന്നെ ഉണ്ടായിരുന്നു, റോഡ് തന്നെ ഉണ്ടായിരുന്നു. ആ റോഡിലേക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു. ആ വഴിയെ പോകുമ്പോഴാണ് അവിടെ മൊത്തം മണലാണെന്നുള്ളത് അറിയണത്. മണ്ണിൽ പൂന്തിന് ശേഷമാണ് അറിയുന്നത് മണ്ണിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. പെട്ടെന്നാണ് ആ റോഡ്, അതൊരു വൺ വേ റോഡായിരുന്നു, ആ റോഡിലേക്ക് പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഒരു ലോറി ഇങ്ങോട്ട് കയറി വന്നു. ഞങ്ങൾ ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, രണ്ടുപേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. കാരണം ഒരാൾക്കൊന്നും ഈ പറയുന്ന റോയൽ എൻഫീൽഡിന്റെ വണ്ടി വലിച്ച് നീക്കി മാറ്റാൻ പറ്റണില്ല ഈ മണലിൽ നിന്ന്. സാധാരണ റോഡിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് മണ്ണിൽ പൂന്തിയും കൂടെ പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഓരോ വണ്ടിയായിട്ട് ഒരുപാട് ടൈം എടുത്തിട്ടാണ് റോഡ് വരെ ഉരുട്ടി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് കൊണ്ടുപോയി ഒരു സൈഡിലേക്ക് ഒതുക്കിയപ്പോഴത്തേക്ക് ആ വണ്ടി അതുവഴി അങ്ങ് പാസ് ചെയ്ത് പോയി. ശരിക്കും അത് പെട്ടുപോയൊരവസ്ഥയായിരുന്നു. ഈ റൂട്ടുകളെല്ലാം വളരെ അപകടം നിറഞ്ഞ റൂട്ടുകൾ തന്നെ ആയിരുന്നു. ഒരിക്കൽ ഞാൻ ബാക്കിലും ഹരി ഫ്രണ്ടിലുമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് മോളിൽ നിന്ന് ഒരു കല്ല് വന്നിട്ട് താഴേക്ക് പതിക്കുന്നത്. അത് അവിടെ നിന്ന് റിയാക്ട് ചെയ്യണതിന് മുമ്പ് തന്നെ അത് തറയിൽ വന്ന് വീണു. ഭാഗ്യത്തിന് ഹരിയുടെ വണ്ടിയിലോ ദേഹത്തോ ഒന്നും പറ്റിയിട്ടില്ല, എൻ്റെ വണ്ടിയിലോ ദേഹത്തോ ഒന്നും പറ്റിയിട്ടില്ല. അത് കറക്റ്റ് ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലാണ് അത് വന്ന് വീണത്. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിലാണ് ശരിക്കും ആ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു രാത്രി 6:30 വരെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു സ്റ്റേ കിട്ടി. അന്ന് പിന്നെ അവിടെ അങ്ങ് കൂടി. ഇനി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Hi bro, what's about Kartungala? Yeah, finally we reached on the top. And you reached the destination. From Kanyakumari to Kashmir. And you're so happy. That's it. അവിടുത്തെ ജനലൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. അതുവരെ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അങ്ങ് ആ ടണൽ കഴിയുന്നതോടുകൂടി മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൽ താഴോട്ട് നോക്കിയപ്പോഴും ഞാൻ താമസിക്കുന്നത് വീടിന് ചുറ്റും